കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് മദ്യം തേടി മാഹിയിലെത്തുന്നത്. നാടും വീടും ഉപേക്ഷിച്ച് പിന്നെ മാഹിയിൽ തന്നെ കൂടും. ഭിക്ഷയാചിച്ചും കുപ്പിപെറുക്കിയും മദ്യം വാങ്ങാനുള്ള പണമുണ്ടാക്കും. ഇങ്ങനെ 250 പേരുണ്ടെന്നാണ് കമലാഷന്റെ കണക്ക്. ഇതിൽ സ്ത്രീകളും ഉൾപ്പെടുന്നു. ഇവരുടെ എല്ലാം ഫോട്ടോയും മേൽവിലാസവുമുണ്ട്. എഡ്യൂക്കേറ്റഡ് ആൾക്കാരുണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരും കുടുംബേഴ്ച ആൾക്കാരുണ്ട്, ചില പ്രശ്നങ്ങളിൽ ആൾക്കാരുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടെ മാത്രം മാഹിയിൽ വന്നുകൂടിയവർ 120 പേരാണെന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. 3 ദിവസത്തിനപ്പുറം പരിചയമില്ലാത്തവർ മാഹിയിൽ അലയുന്നത് കണ്ടാൽ കമലാഷൻ ഫോട്ടോ എടുത്ത് വിവരങ്ങൾ ശേഖരിക്കും. എവിടെയെങ്കിലും അജ്ഞാത മൃതദേഹം കണ്ടാൽ ഫോട്ടോ എടുത്ത് നോക്കും. കഴിഞ്ഞ വർഷം മാത്രം 7 പേരെ ഇത്തരത്തിൽ തിരിച്ചറിഞ്ഞു. ദേശീയപാതയോരത്തെ മദ്യശാലകൾ പൂട്ടിയതോടെ ഇവരെയൊന്നും മാഹിയിൽ കാണാനില്ല. ஆட்டோவில் வந்துட்டு அவங்க வந்து பர்ச்சேஸ் பண்ணிட்டு போயிடுறதுனால இப்போ வந்து இந்த அவங்களுடைய தொல்லை வந்து കമ്മി. മാഹിയിലെ പള്ളൂർ പന്തക്കൽ മേഖലകളിലേക്കായി സ്ഥിരം മദ്യപാനികളുടെ ജീവിതം മാറിക്കഴിഞ്ഞു. അവിടെയാണിപ്പോൾ സുലഭമായി മദ്യം ലഭിക്കുന്നത്. ആ പ്രദേശത്തെ ക്രമസമാധാനത്തെ ഇത് ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ക്യാമറമാൻ ജിതേഷിനോടൊപ്പം വിപിൻ സി വിജയൻ, മാതൃഭൂമി ന്യൂസ്, മാഹി.